നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉത്തട്ടാതിക്ക് 2024 ഇവരുടെ ആ ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം സഫലീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവരുടെ ജോലിയിൽ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ആ ഒരു ക്ഷമയും ഉത്തരവാദിത്വവും രണ്ടും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ഇവർക്ക് കരിയറിൽ നല്ലൊരു ഹൈറ്റ്സിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു തേർഡ് പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ പോകാതിരിക്കുക എന്നുള്ളവർ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനവും ശുഭകാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ലൈഫും നല്ല ഫ്ലറിഷ് ചെയ്തു വരും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ വാക്കുകളും ആശയങ്ങളും ഇവർ വില കൊടുത്താൽ, അത് അംഗീകരിച്ചാൽ, അത് ഇവരുടെ ലൈഫിനെ തന്നെ അത് വലിയൊരു നല്ല രീതിയിലുള്ള മാറ്റം ഇവർക്കുണ്ടാവും. പക്ഷെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാരുടെ സത്യസന്ധതയും ഹാർഡ് വർക്കുമായിരിക്കും ഇവരുടെ ആ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എപ്പോഴും നല്ല കാമൻ ക്വയറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതായിരിക്കും അവരെ അടുത്തൊരു പൊസിഷനിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ പോയാൽ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്കത് പിടിവീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് ആ രാഷ്ട്രീയ മേഖല ഇവർ മുന്നോട്ട് നോക്കണം. കലാരംഗത്തും മീഡിയയിലും പ്രവർത്തിക്കുന്നവർ ഇവർക്ക് ഒരു അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വച്ചാൽ ഇവർക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും, ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും ഇവരുടെ ആ ഒരു കരിയർ ലൈഫിൽ ഇവർക്ക് കിട്ടുക. കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരുടെ ആ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഒരു പ്രതീക്ഷിക്കുന്ന സ്കോറെങ്കിലും ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇവരുടെ കയ്യിലുള്ള ആഭരണങ്ങളോ പൈസയൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് രക്തക്കുഴല്, ഞരമ്പ്, കാൽമുട്ട്, അലർജി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കെയർഫുള്ളായിട്ട് തന്നെ വേണ്ട ചികിത്സയൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.